എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നോക്കിയയുടെ പുതിയ മോഡലായ നോക്കിയ 110 അൺബോക്സിംഗ് വീഡിയോ ആണ്. ഈ ബോക്സിനകത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, പിന്നെ ഈ ഫോണിന് 1 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉണ്ട്. ഇതിലുള്ള പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് എന്ന് പറയാനുള്ളത് വയർലെസ് FM റേഡിയോ ഉണ്ട്, MP3 മ്യൂസിക് പ്ലെയർ, ക്യാമറ, വീഡിയോ ക്യാമറയുടെ VGA ക്വാളിറ്റി, പിന്നെ ചാർജ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 14 മണിക്കൂർ വരെ നിൽക്കും. പിന്നെ ഫോൺ ഉപയോഗിക്കാൻ 18 ദിവസം വരെ ചാർജ് നിൽക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ഫോൺ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിനകത്തൊരു ഫോണുണ്ട്, പിന്നെ ഒരു ഹെഡ്സെറ്റ്, ഒരു ചാർജർ, ഒരു ബാറ്ററി, പിന്നെ യൂസർ മാനുവൽ ബുക്കും. നമുക്ക് ബാറ്ററിൻ്റെ കപ്പാസിറ്റി എത്രയുണ്ട് നോക്കാം, ബാറ്ററിയുടെ MAH എത്രയുണ്ട് നോക്കാം. ബാറ്ററി BL5C ബാറ്ററിയാണ്. ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 1000 mAh ബാറ്ററിയാണ്. ഇത് സാധാ 5 വോൾട്ടേജും 550 mAh വരുന്ന ചാർജറാണ്. പിന്നെ സാധാ നോർമൽ ഇയർഫോണാണ്, ബഡ് ടൈപ്പ് അല്ല, സാധാ ഇയർഫോണ്, കുഴപ്പമൊന്നുമില്ല. ഈ ഫോണിക്ക് ഇതൊക്കെ മതി. ഇനി നമുക്ക് ഫോണിൻ്റെ മോഡൽ നോക്കാം. ഫോണിൻ്റെ കീപാഡെല്ലാം നല്ല ഗ്യാപ്പ് ഉള്ളതാണ്, അതുകൊണ്ട് വയസ്സായവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല സിമ്പിളായിരിക്കും. ഫോൺ കാണാനും കുഴപ്പമില്ല, പഴയ നോക്കിയൻ്റെ 1100 ആ മോഡൽ പോലെ തന്നെയുണ്ട്. ഇതിൽ മൈക്രോ ചാർജിങ് പോർട്ടാണ് വരുന്നത്, പിന്നെ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ട്. ഫോൺ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നല്ല ഹാൻഡി ആയിട്ടുണ്ട്. നോക്കിയൻ്റെ പഴയ 1100 മോഡലിൻ്റെ അതേ ഡിസൈനിങ് ആണ് ഇതിലും വന്നിട്ടുള്ളത്. നമുക്കിനി ഇതൊന്ന് ഫോൺ ബാറ്ററി ഇട്ടൊന്ന് ഓണാക്കി നോക്കാം. ഫോൺ ഓണായിട്ടുന്നുണ്ട്. ആദ്യം വാച്ച് സെറ്റ് ചെയ്യുക, പിന്നെ ടൈം വേണമെങ്കിൽ സെറ്റ് ചെയ്യുക. കീപാഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, യൂസ് ചെയ്യാൻ നല്ല സിമ്പിളായിട്ടുണ്ട്. വേറെ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ ഓപ്ഷനായിട്ടുള്ളത് കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് ക്യാമറ, VGA ക്യാമറ, അത്ര തന്നെ. മെമ്മറി കാർഡ് ഇട്ടല്ലേ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻസ് ഇതിൽ ടോർച്ച് കത്തുന്നുണ്ട്, കോൾ രജിസ്റ്റർ, കോണ്ടാക്റ്റ്, പ്രൊഫൈല്, FM റേഡിയോ ഹെഡ്ഫോൺ ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ക്ലിയർ ഉണ്ടാവില്ല, അത് എഴുതി കാണിക്കുന്നുണ്ട്. എന്താണ് FM റേഡിയോ ഓഫ് ആക്കിയിട്ട് വേറെ നോക്കാം. മെസ്സേജ്, മ്യൂസിക് പ്ലെയർ, ക്ലോക്ക്, ക്യാമറ, പിന്നെ സ്നേക്കിൻ്റെ ഗെയിമുണ്ട്. പിന്നെ എന്താണത്, വീഡിയോ പ്ലെയർ, വോയിസ് റെക്കോർഡർ, കാൽക്കുലേറ്റർ. ഞാൻ കുറച്ച് വേറെ 1-2 ഗെയിമുണ്ട്. ഫയൽ മാനേജർ ഉണ്ട്. ഫയൽ മാനേജർ നോക്കാനുള്ള മെമ്മറി കാർഡ് ഇടണം. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ നമുക്കൊന്ന് സൗണ്ട് ക്വാളിറ്റി സൗണ്ട് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. പഴയ നോക്കിയ ഫോണുകളേക്കാളും, പഴയ നോക്കിയ ഫോൺ പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇറങ്ങി നോക്കിയൻ്റെ 105 സീരീസൊക്കെ സൗണ്ട് വളരെ കുറവായിരുന്നു. ഇത് അതിനെക്കാട്ടി കുറച്ച് സൗണ്ട് കൂടുതലുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഓപ്ഷൻ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, ഇതിൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് എടുത്തു പറയേണ്ട ഓപ്ഷനൊന്നുമല്ല, പക്ഷേ ഇതിലുണ്ട്. ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് എടുത്തു പറയണമെന്ന് ഇതിലില്ല. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.